അങ്ങനെയൊന്നും പറ്റില്ല, അങ്ങനെ പറ്റൂല. അതായത് യു വിത്ഡ്രോ ഒരു മിനിറ്റ് ശ്രീ ആരിഫ് ഹുസൈൻ തെരുവക്കാരൻ ഒരു നിമിഷം ശ്രീ ഫസൽ ഗഫൂർ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവക്കാരൻ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി ശ്രീ ആരിഫ് ഹുസൈൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒറ്റ മിനിറ്റ് ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, അടുത്ത ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒരു നിമിഷം, ഞാൻ ശ്രീ പ്രമോദ് പുഴകരയിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ പറയുകയാണ്, എനിക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സൂംബ എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് വെറുക്കപ്പെട്ടതാകുന്നത്? സൂംബ എന്തുകൊണ്ടാണ് ഒരു ആഭാസമായി മാറുന്നത്? അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികളെ ബാധിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഈ ഒരു തീരുമാനം വരുന്നത് എത്രമാത്രം ജനാധിപത്യപരമായിട്ടാണ്, എത്രത്തോളം ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒരു പരിണിത ഫലമായിട്ടാണ് എന്ന ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇപ്പം മൈക്കിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും പറയുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അങ്ങ് ഈ ജനാധിപത്യപരമായ സമീപനം എന്ന നിലയ്ക്ക് അതിനെ ഒന്ന് ലഘൂകരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെന്നാൽ പോലും മുഖ്യമന്ത്രിക്ക് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൂടെ എന്നൊരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുവരിക എന്ന ആശയത്തിലേക്ക് നമ്മുടെ ബഹുമാന്യരായ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയാണ്? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ പഠനങ്ങളുടെയോ അല്ലെങ്കിൽ ഗവേഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹം ആ വിഷയം പറയുന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായി അതിൻ്റെ പേര് പോലും, ഈ സൂംബ ഡാൻസ് എന്ന പേര് പോലും അദ്ദേഹത്തിന് പറയാൻ ആ യോഗത്തിൽ സാധ്യമായിട്ടില്ല എന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക്, ഒരാശയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇത് പാഠ്യവിഷയത്തിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വിരുദ്ധ പ്രചാരണങ്ങളുടെ ഭാഗമായി ലഘു വ്യായാമം, അതിനൊപ്പം വേണമെങ്കിൽ സൂംബ എന്ന നിലയ്ക്ക് അതൊന്ന് പരിശീലിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പഠിച്ചോ, ഗവേഷണം നടത്തിയോ, ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള വേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ? ഈ സൂംബ ഡാൻസ് ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഭാഗമായി, ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഡാൻസാണ്. അതോടൊപ്പം ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലേക്ക് അയച്ചിട്ടുള്ള വീഡിയോകളിൽ, അതുപോലെ തന്നെ ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രത്തിൽ ഒക്കെ ഈ രീതിയിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പരിഗണനയുടെ അകത്തു നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളും, അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഴചേർന്നുകൊണ്ടുള്ള ഡാൻസിന്റെ രൂപങ്ങളും രീതികളും ഒക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഇപ്പോ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരോട് ഇന്ന വേഷവിധാനത്തിൽ നിങ്ങൾ ഇപ്പൊ തിരുവാതിര കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പോട്ടെ, തിരുവാതിര ഒരു അനുഷ്ഠാന കല എന്ന നിലയ്ക്ക് ആ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭരതനാട്യം കളിക്കുന്ന പോലെ, മോഹിനിയാട്ടം കളിക്കുന്ന പോലെ ഡ്രസ്സ് ഇട്ടൊന്നും ഇവരാരും സൂംബ പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ ആ ഡ്രസ്സ് ഇട്ട്, ആ വീഡിയോയിൽ അയച്ചിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടേ എന്നുള്ളൂ. പിന്നെ ഇനി ആശയം പാശ്ചാത്യമായതിന്റെ പേരിലാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അപകടകരമായ അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇവിടെ തന്നെയുള്ള നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് പറയുന്നവരുടേതാണ് കേട്ടോ. നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തോടും ആശയത്തോടും വിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്ന, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന വിശ്വാസങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന ആചാരങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴാണ് മറ്റ് ആശയങ്ങളെക്കുറിച്ച്, അതായത് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും അംഗീകരിക്കാത്ത, പലരും അംഗീകരിക്കാത്ത ആശയങ്ങളോട് വൈമുഖ്യം തോന്നി തുടങ്ങിയത്? നിങ്ങൾ ആരുടെ കുഴിയാണ് വെട്ടുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല.
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പാശ്ചാത്യമായി എന്നതുകൊണ്ട് മാത്രം അതിനെ അന്ധമായി എതിർക്കണമെന്നോ തള്ളിക്കളയണമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് അപകടകരമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന സ്വാഭാവികമായ ആശങ്ക ഉയരുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ആരിഫ് ഹുസൈൻ പുറത്ത് ഒരു വ്യായാമ മുറ സൂംബ എന്ന രീതിയിൽ ജനപ്രിയമായി മാറിയിരിക്കുന്ന, അതായത് ലൈസൻസോടുകൂടി ഇവിടെ പരിശീലന പദ്ധതികളും സ്ഥാപനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു രീതി, അതിനെ അടച്ചാക്ഷേപിക്കുകയാണ്. അത് വേണ്ട എന്ന് പോലുമല്ല, അതിനെ തന്നെ അടച്ചാക്ഷേപിക്കുകയാണ്. അതിങ്ങനെ ആഭാസമാണ്, അത് മേനിയടക്ക് പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ്, വിദ്യാർത്ഥികളെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ളൊരു രീതിയാണ്, അതിന് പിന്നിലുള്ളത് മറ്റു ചില അജണ്ടകളാണ് എന്ന നിലയ്ക്കൊക്കെ, അതായത് എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും, എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത്? കേട്ടോ, നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല. മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ അങ്ങേക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാനൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് ഞാൻ മുഴുവനാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പൊ അവരുടെ ഡാൻസിനെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ വന്നിരുന്നിട്ട് ഒരു നിമിഷം ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ ആരിഫ് ഹുസൈൻ അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അല്ലേ? ഓക്കെ. അപ്പൊ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഘികളെന്ന് ആരും വിളിക്കുന്നില്ല, ഹിന്ദുക്കളെ സംഘികളെന്ന് ആരും വിളിക്കുന്നില്ല. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഞാൻ അങ്ങയോട് അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത്. പക്ഷേ ഹിന്ദുക്കളെ ആരും സംഘികളെന്ന് വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. ഉപേക്ഷിക്കണം. വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ, വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എയറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല, പഠനമുണ്ടായില്ല എന്നാണൊക്കെ പറയുന്നത്. പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂംബ പോലെയുള്ള ഈ എന്താ പറയാ ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ്. അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. അത് ശരിയാ. ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു എയറോബിക് എക്സസൈസ് ഫോം ആണ് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയുന്നത്. ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? സ്ത്രീകളിൽ നിങ്ങളത് നടത്തുന്നു, അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ
സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ശരി 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 ശ്രീ അരിഫ് ഹുസൈൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒറ്റ മിനിറ്റ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, അടുത്തത് ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒരു നിമിഷം, ഞാൻ ശ്രീ പ്രമോദ് പുഴകരയിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ പറയുകയാണ്. എനിക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാനാണല്ലോ ഇത് ഈ ചർച്ച നടത്തുന്നത് ഞാനാണ്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, അങ്ങ് നോക്കൂ, ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല അങ്ങയോട് ചോദിച്ചത്. ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം തീവ്രമായ നിലപാടുകൾ, ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ്. അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങേക്ക് അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത്. ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ്. ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ്. കുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാ ആരോടും അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും അങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ഹയ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക. എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു. അതിന് പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി, അവരുടെ പ്രവാചകനെ പറ്റി, അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് അത്തരത്തിലൊരു ഉള്ളതുകൊണ്ടാണ് എന്ന നിലയ്ക്ക് അവർക്ക് ആരോപണമില്ലേക്കാം. ഇത് ഒരു ചർച്ച നടത്തുന്നത് സമൂഹം മുന്നോട്ട് പോകാനാണ്, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല. വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞു. പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? മതവിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല, അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല. അവരത് അഡ്രസ് ചെയ്യട്ടെ, അവരുടെ പ്രശ്നമാണത്. എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ആഭാസം എന്ന് വിളിച്ചത്. ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.